ഇയാളെന്താ പേപ്പറിൽ വായിച്ചിട്ട് നാളെ അത് പരീക്ഷ അയാൾക്ക്. അതിനെ അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. അല്ല നിങ്ങക്ക് ഇന്നെ മനസ്സിലായോ? പിന്നെ അന്നെ എനിക്ക് മനസ്സിലായിരിക്കാൻ ഞാൻ പൊട്ടനൊന്നല്ലല്ലോ. എന്നാ പറ. അതൊക്കെ അവിടെ കേട്ടെ. എന്താ ഇപ്പൊ നിങ്ങളെ മൂത്ത മകന്റെ മരുവളി വർത്താനം? അതൊന്നും ഇപ്പൊ പറയണ്ട. ഇജൊരു പെണ്ണ് കെട്ടിച്ചെന്ന എന്റെ മകനെ 2 കൊല്ലത്തോലെ ഓല് നല്ല ഉഷാറായിരുന്നു. വാപ്പാനി ഇമ്മാനി ഒക്കെ നല്ല ഉഷാറായിട്ടാ നോക്കിയത്. ഇപ്പൊ ഓൽക്ക് ഒരു കുട്ടിയായപ്പോ ഓൽക്ക് രണ്ടാൾക്കും വേറെ പോണം. എന്റെ സ്ഥലത്തിന്റെ ഓരി വേണം. അനക്കറിയോ, അവസാനം വേറൊരു പെരിയും കയറ്റി എന്റെ കുട്ടിനേറ്റ് പോലെ ഓളെ ഇറങ്ങിയാണ് പോയി. ഒറ്റക്കായി കുടിയില്ലേ ഇപ്പൊ വന്ന ചെറുക്കനും. നിങ്ങളെ മകൻ ഷുക്കൂർ നല്ലൊരു കുട്ടിയായിരുന്നു. എന്താ അവന് പറ്റി? എന്താണ് ഞാൻ പറയാ, എന്താ അവനക്ക് പറ്റി? ചാറൊക്കെ നന്നു ഇന്റെ ചോറ്റില് പാരണ്ടാന്ന് പറഞ്ഞ പോലെയായി. എന്റെ കുട്ടി നന്നായിട്ട് കാര്യമില്ലല്ലോ ബ്രോക്കറെ. ഓനേറ്റ് ഇറങ്ങിപ്പോയി. ദിവസവും രാത്രി ഭക്ഷണം കഴിച്ച ഇതന്നെ പണി. ഇനി ഇന്റെ ചെറിയോനിക്കേലും മനുഷ്യനെ മനസ്സിലാക്കണേ, സ്നേഹിക്കാൻ പറ്റണേ നല്ല വീട്ടിലത്തെ ഒരു കുട്ടിനെ നോക്കണമെന്ന് ആചാര്യക്ക് വല്ലാത്തൊരു ആഗ്രഹമുണ്ട്. അതിനെന്നെ ആചാര്യ വന്നത്. ഇജിപ്പോ ഒരു ചായ കുടിച്ചോ? അതൊക്കെ അവിടെ വെക്കട്ടെ. ഇന്ത്യ 2-3 കുട്ടികളെ ഫോട്ടോ ഉണ്ട്. ഇത് കണ്ടിട്ട് നിങ്ങൾ താത്താനെ വിളിച്ചിട്ട് നിങ്ങൾ സംസാരിക്കും. എനിക്കെന്റെ ഫോട്ടോ വേണ്ട, ഒരു ഒലക്കിയും വേണ്ട. ഇജ് മരീക്കിന്റെ കുടിന്ന് ഇറങ്ങിക്കും. ഒരു പെണ്ണെന്നെ ഇജ് കെട്ടിച്ചെന്നിട്ട് സമാധാനം ഇല്ലാതെ ആയിക്കൂടപ്പോ. ഓളിന്റെ കുട്ടീനായിട്ട് പോയില്ലേ. ഇപ്പൊ രണ്ടാമത് ഇജൊരു ബ്രോക്കറിന്റെ കുട്ടിക്ക് പെണ്ണുണ്ടാക്കാൻ വേണ്ടി വന്നിക്ക. ഇന്റെ പെണ്ണുങ്ങൾ എന്നെ കാണണ്ട. അന്നെ കൊറേ കാലായി ഓള് ചോദിച്ചിക്കൂടും. ആരാ ഇപ്പൊ പുറത്ത് വന്നിക്കണേ? അതാരും അല്ലടി, നമ്മളെ മൂത്ത മകൻ സുക്കൂറിന് പെണ്ണുണ്ടാക്കിയ ബ്രോക്കറാണ്, അൻവറാണ്. ഔത്തുക്ക് വിളിച്ച് ഇറച്ചിയും പത്തിരി ഓനിക്കും കൊടുക്ക. എന്താ ഈ പെമ്പെന്നോൾക്ക് പറ്റി? എന്നാ വാ അൻവറെ, നമുക്ക് ചായ കുടിച്ചിട്ട് പിരിയാം. ഇതോടെ ബ്രോക്കർ പരിപാടി നിർത്തി. നീ വല്ല കൂലി പണിക്ക് പോകല്ലേ? കൊടി